എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാവിലെ തന്നെ ശ്രീയാൻവിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുക. എന്താണെന്നറിയോ, ആൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി. വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്കെയാണ് ഇന്ന് കരുനാഗപ്പള്ളി ലോഡ്സ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഏട്ടൻ ആദ്യമായിട്ടാണ് മോളുടെ ഒരു പ്രോഗ്രാമിന് നേരിട്ട് പങ്കെടുക്കുന്നത്. എല്ലാ പ്രോഗ്രാമുകളിലും വീഡിയോ കോളുകളിലൂടെയും ഒക്കെ പ്രസൻ്റ് ആവുമെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ടൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് വേൾഡ് റെക്കോർഡ് കിട്ടിയ അവസരം കൂടെ ആയതുകൊണ്ട് അത് ഇരട്ടി മധുരം തന്നെയാണ് കേട്ടോ. ഒരുപാട് പ്രശസ്തരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുഞ്ഞുങ്ങളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനാഗുറൽ സെറമണിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇനാഗുറൽ സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ കുട്ടികളെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുക കേട്ടോ. പേര് വിളിക്കുന്നതിനനുസരിച്ച് അവാർഡ് മേടിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീയാൻവിയുടെ അവാർഡ് കിട്ടുകയാണ് കയ്യിൽ. ഭയങ്കര സന്തോഷമുള്ള നിമിഷം. അത് നിങ്ങൾ ശ്രീയാൻവി നിധി പാർവതി വേൾഡ് റെക്കോർഡിൻ്റെ റിസൾട്ട് വന്ന് 1 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എല്ലാവർക്കും. വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി. സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിയിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാം തരും. അമ്മയെ എനിക്ക് ഇത്രയൊക്കെ കിട്ടി എന്നൊക്കെ വെച്ചിട്ട് മോൾക്ക് അത്രത്തോളം അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വാങ്ങിയിട്ട് ഏട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ആ ഒരു നിമിഷമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു. ഇത് ശ്രീയാൻവിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്, ഞങ്ങളുടെ തത്തമോള്. പിന്നെ ഞങ്ങളിങ്ങനെ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ പവറിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. വേൾഡ് റെക്കോർഡ് കുഞ്ഞിന് കിട്ടിയപ്പോൾ അത് ഞങ്ങൾ തന്നെ ലോകം കീഴടക്കിയ ഒരു ഭയങ്കര ഒരു അനുഭൂതി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയതിന് ശേഷം സ്റ്റേജ് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഒപ്പിക്കുകയായിരുന്നേ. എന്തിനാ വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. ശരിക്കും ഒരു ആർമി ഫാമിലി എന്നുള്ള തരത്തിൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുള്ളൊരു വേൾഡ് റെക്കോർഡ് തന്നെ എൻ്റെ മോൾക്ക് കിട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിക്ക് ആദരവർപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ കാവൽക്കാർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനിസാറും 31 ശിഷ്യരും ചേർന്ന് ഏറ്റവും വേഗതയിൽ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഒരേ സമയം 2 കൈകളും ഉപയോഗിച്ച് വരച്ച ഏറ്റവും വലിപ്പം കൂടിയ ചിത്രത്തിനാണ് URF വേൾഡ് റെക്കോർഡ്, ഏഷ്യൻ വേൾഡ് റെക്കോർഡ്, ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ്, പിന്നെ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇത്രയും ലഭിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്നിവിടെ നടന്നത്. അങ്ങനെ വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സിൽവർ ജൂബിലി ആഘോഷവുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ ഏറ്റവും വലിയ കാരണമായത് എൻ്റെ അനിയത്തി തന്നെയാണ്. എൻ്റെ അനിയത്തിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ മോൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും എല്ലാത്തിനും. അങ്ങനെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ ഏകദേശം അപ്പോഴത്തേക്കും എല്ലാവരും നല്ല ചൂടായത് കാരണം അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം വേൾഡ് റെക്കോർഡ് കിട്ടിയ എല്ലാ കുട്ടികളെയും കൂടി ചേർത്തിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഞാനെല്ലാം ഒന്നും മിസ്സായി പോകരുതല്ലോ, ഷോർട്സൊക്കെ എടുക്കാനായാലും മിസ്സായി പോകരുതല്ലോ എന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ആര്യാണ് എൻ്റെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.